Good morning to all. Good morning, Miss. Good morning, Miss. Good morning. Good Okay. morning, ma'am. Morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ച സുഖമായിട്ടിരിക്കുന്നു. മാമിന് സുഖാണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വേറെ നമ്മൾ പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? പിന്നെ എന്താണ് പറഞ്ഞത്? ടെൻസിലേക്ക് പോവാന്ന് പറഞ്ഞിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഉണ്ടായിരുന്നോ? എന്തെങ്കിലും വർക്ക് ഒന്നുണ്ടായിരുന്നോ? വർക്കൊന്നും പറഞ്ഞില്ല മിസ്സേ. അപ്പൊ ടെൻസിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാതെ ടെൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് ടെൻസ് ആണ് അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ, പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ, പാസ്റ്റ് കഴിഞ്ഞത്, ഫ്യൂച്ചർ വരാൻ പോകുന്നത്, ഭാവിയാണ് അല്ലെ? ഭാവി, ഭൂതം, വർത്തമാനം അല്ലെ? കറക്റ്റ് മലയാളം പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഈ മൂന്ന് ടെൻസിലും 4 ആക്ഷൻസ് ഇടുന്നു കേട്ടോ. ഓൾറെഡി അറിയാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ 4 ആക്ഷൻസ് വീതമാണ് ഈ 3 ടെൻസിലുള്ളത്. സോ ടോട്ടൽ എത്രയാണ്? അപ്പോ 12 ടെൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? സോ നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. Take your notebook and write down negative present tense. First one, present tense. ഇനി അങ്ങോട്ടുള്ള ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം ജോയിൻ ചെയ്യാൻ പഠിക്കാൻ നോക്കുക. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ചൊരു അറിവ്, ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. മാക്സിമം ജോയിൻ ചെയ്യാനോ. ഓക്കെ, പ്രസന്റ് ടെൻസ് ഹെഡിങ് കൊടുത്തു. അതിൽ തന്നെ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതാ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്കൊരു സ്ട്രക്ചർ പഠിക്കാം. സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ച് എളുപ്പം. ഓക്കെ, വർക്ക് ചെയ്യും. സോ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് V1 ഷോർട്ട് ആയിട്ട് S പ്ലസ് V1 എഴുതാം. അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 എഴുതാം. എഴുതി. ഓക്കെ, എന്തായാലും എഴുതൂ കേട്ടോ. സബ്ജക്ട് പ്ലസ് V1 ഇതാണ് സിംഗിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയോ? എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സിംഗിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയണ്ടേ അല്ലെ? എവിടേക്കാണ് യൂസ് ചെയ്യാറ്? സിംപിൾ പ്രസന്റ് ടെൻസ് നമ്മള് ഡെയിലി റൊട്ടീൻ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മള് ഹാബിറ്റ്സ്, നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് എന്ന ശീലങ്ങളാണ് അല്ലെ? ശീലങ്ങൾ ഇതെല്ലാം പറയുന്നത് സ്ക്രീനിലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ സ്ട്രക്ചർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേറെ ഒന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും എഴുതണ്ട, സ്ട്രക്ചർ മാത്രം എഴുതുക. സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V1, അതായത് S പ്ലസ് V1. ഇത് മാത്രം എഴുതിയെടുക്കാം കേട്ടോ. അപ്പോ സിംഗിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാബിറ്റ്സ്, ഡെയിലി റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻസ്, ദെൻ യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെ പറയാനാണ് നമ്മൾ ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, എന്നും രാവിലെ സ്കൂളിൽ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, അത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു എന്ന് പറയുന്നതൊക്കെ ഹാബിറ്റ്സും ആണ്, റൊട്ടീനും ആണ്, നമ്മളെല്ലാം ചെയ്യുന്നതാണ് അല്ലെ? ഇവ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികളിൽ കയറുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, റെഡിയാക്കുന്നു അല്ലെ? ഇതൊക്കെ എന്താണ്? ഹാബിറ്റ്സ് ആണ്, റൊട്ടീൻ ആണെന്ന് പറയുന്നത്. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ
സ്കൂൾ ജൂൺ 2 തുറക്കും അല്ലെ? പറയില്ലേ ഇത് സ്കൂൾ ഓപ്പൺസ് 2nd June എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു പെർമനന്റ് സിറ്റുവേഷൻ. ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, വേറെ ഒന്നും നിങ്ങൾ എഴുതി ഒന്നും ചെയ്യേണ്ട, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സ്കൂൾ 2 തുറക്കും, ജൂൺ 2 തുറക്കും. ദെൻ യൂണിവേഴ്സൽ ട്രൂത്ത്. എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത്? പ്രപഞ്ച സത്യങ്ങളാണ് അല്ലെ? സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സൂര്യൻ കിഴക്കല്ലേ ഉദിക്കുന്നേ? സൂര്യൻ കിഴക്കുദിക്കുന്നു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അല്ലെ? ഇതൊക്കെ എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പിന്നെ ആകാശത്ത് പക്ഷികൾ പറക്കുന്നു, മീൻ എവിടെയാണ്? വെള്ളത്തിൽ ജീവിക്കുന്നു. ഇതൊക്കെ പ്രപഞ്ച സത്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് എന്താ? ഈ സിംഗിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർമനന്റ് സിറ്റുവേഷൻ മനസ്സിലാവാത്തത്, ഇപ്പോ ജൂൺ 2 സ്കൂൾ തുറക്കും എന്ന് പറയുന്നു. തുറക്കും ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ആണെങ്കിൽ പോലും നമ്മൾ ഈ ടെൻസ് വെച്ചിട്ടാണ് പറയാറ്. കാരണം എന്താണ്? പെർമനന്റ് ആണ്. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എന്തായാലും എന്താണ്? സ്കൂൾ 2 തുറക്കും അല്ലെ? പിന്നെ എന്തെങ്കിലും കാരണവശാൽ മാറ്റുന്നതാണ്, പക്ഷെ എന്നാലും പെർമനന്റ് ആണ് അല്ലെ? അതുപോലെ നമ്മുടെ കല്യാണം മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും ഈ പറയുന്ന ടെൻസ് വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇനാഗ്രേഷൻസോ എന്തെങ്കിലും എന്താ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഇനാഗ്രേഷൻസ് ആണെങ്കിൽ ഇതെല്ലാം ഒരു പെർമനന്റ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. എന്തെങ്കിലും കാരണവശാൽ മാറ്റി വെക്കാം, പക്ഷെ അത് പെർമനന്റ് ആണ്. സോ ആ പെർമനന്റ് സിറ്റുവേഷൻസ് പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടെൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ടെൻസ് എവിടെ യൂസ് ചെയ്യാം മനസ്സിലായോ? ക്ലിയർ ആയോ? ഇല്ല, മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് പറയുന്ന ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രക്ചറിലേക്ക് വരാം. സബ്ജക്ട് പ്ലസ് വിവോ. ഓക്കെ, സബ്ജക്ട് പ്ലസ് വിവോ. നിങ്ങൾ സിംഗിൾ പ്രസന്റ് ടെൻസിന് ഹെഡിങ് കൊടുക്കും. ബ്രാക്കറ്റ് ചെയ്താ ചെയ്യുന്നു എന്ന് എഴുതും കേട്ടോ. ബ്രാക്കറ്റിൽ ചെയ്യുന്നു. ചെയ്യുന്നു എന്നുണ്ട്. ഓക്കെ, ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ചെയ്യുന്നു മീൻസ് ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു എന്നൊക്കെ പറയുന്നതാണ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന എല്ലാ സെന്റൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ടെൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിൽ ചെയ്യുന്നു എന്ന് എഴുതി, സ്ട്രക്ചർ എഴുതി, സബ്ജക്ട് പ്ലസ് V1 എന്ന് എഴുതി. ഇനി ആ സ്ട്രക്ചർ അല്ലെ, സ്ട്രക്ചറിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്യണം അല്ലെ? എന്താണ് സബ്ജക്ട്? ഏതൊക്കെയാണ്? ഇംഗ്ലീഷിൽ സബ്ജക്ട് ഉണ്ട് അല്ലെ? സെന്റൻസിൽ സബ്ജക്ട് ഉണ്ടല്ലോ. സബ്ജക്ട് ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവോ? ഒരിക്കലും സബ്ജക്ട് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് സബ്ജക്ട് പ്ലസ് V1 ആണ്. അപ്പൊ ഏതൊക്കെയാണ് സബ്ജക്ട്? I, you, we, they. I, you, we, they, he, she, it, everybody. ഇതൊക്കെയാണ് ഇത് സബ്ജക്ട് എന്ന് പറയുന്നത് കേട്ടോ. I, you, we, they, he, she, it, everybody. ഇതൊക്കെയാണ് ഇത് സബ്ജക്ട്. ഓക്കെ, ഇനി ഈ സബ്ജക്റ്റിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് പ്ലൂറൽ? പ്ലൂറൽ സബ്ജക്ട് I, you, we, they. Yes, I, you, we, they ആണ് പ്ലൂറൽ സബ്ജക്ട്. ആൻഡ് സിംഗുലർ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും സിംഗുലർ ആണ്. He, she, it, everybody. നിങ്ങൾ വിചാരിക്കും എവ്രിബഡി എന്ന് പറയുന്നത് സിംഗുലർ ആക്കുമെന്ന് ചിന്തിക്കും അല്ലെ? പക്ഷെ എവ്രിബഡി സിംഗുലർ ആണ് കേട്ടോ. He, she, it, everybody. ഇങ്ങനെ തന്നെ പഠിക്കും. ഓക്കെ, പ്ലൂറൽ സബ്ജക്ട് ആൻഡ് സിംഗുലർ സബ്ജക്ട് നോട്ടിൽ എഴുതി വെക്കും കേട്ടോ. ഏതൊക്കെ സബ്ജക്ട് ഉണ്ട്, അതിൽ സിംഗുലർ ഏതാണ്, പ്ലൂറൽ ഏതാണ്, നോട്ടിൽ എഴുതി വെക്കും.
ഓക്കെ, കഴിഞ്ഞോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ഏതാണ് സ്ട്രക്ചറിലുള്ളത്? ഇനി V1 ആണ് അല്ലെ. V1, what is V1? V എന്താ? V is a verb. Okay, V എന്താണ്? വെർബ് ആണ് കേട്ടോ, വെർബ് ആണ്. വെർബ് എന്താ? പ്രവൃത്തികളാണ് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വെർബ് പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രവൃത്തികളാണ്. പിന്നെ വെർബിന് 3 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? V1, V2, V3 അല്ലെ. V1, V2, V3. V1 എന്താ? Present. V2 past. V3 past participle. റെഗുലർ വെർബ് കഴിഞ്ഞിട്ടല്ലല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തേ. നമ്മൾ പ്രിപ്പോസിഷൻ എടുത്തല്ലോ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ഒരുപാട് എടുത്തല്ലോ. പ്രിപ്പോസിഷൻ കഴിഞ്ഞു, അതിന് ശേഷമാണ് നമ്മുടെ ടെക്സ്റ്റ് വന്നത്. ക്ലാസ് കാണാനോ ടീന? മിസ് ചെയ്യരുതേ. ഓക്കെ, അപ്പൊ V1, V2, V3 അവിടെ നിങ്ങൾക്ക് അറിയാം പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അതില് റെഗുലർ വെർബും ഇറഗുലർ വെർബും നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ വെർബിനെ കുറിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. V1, V2, V3 ഫോംസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ സബ്ജക്ട് എന്താണെന്ന് V1 എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി റൂളിലേക്ക് വരാം അല്ലെ. ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് പിന്നെ റൂൾ ഉണ്ട്. കാരണം സബ്ജക്റ്റിന്റെ കൂടെ V1 ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സബ്ജക്ട് പ്ലസ് V1 എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ V1, അതായത് പ്രസന്റ്, അതായത് ഫസ്റ്റ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഇതിന്റെ റൂൾ എന്താന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലൂറൽ സബ്ജക്ട് യൂസ്ഡ് വിത്ത് പ്ലൂറൽ വെർബ് and the singular subject used with singular verb. That's a rule of this tense. Plural subject plural verb ന്റെ കൂടെ യൂസ് ചെയ്യണം. and singular subject ന്റെ കൂടെ singular verb ആണ് യൂസ് ചെയ്യേണ്ടത്. മാർക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇത് റൂൾ ആണ് കേട്ടോ. എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, plural subject used with plural verb and singular subject used with singular verb. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഇനി എങ്ങനെയാണ് പ്ലൂറൽ വെർബും സിംഗുലർ വെർബും അല്ലെ. നമുക്ക് നോർമലി കാണുന്ന എല്ലാ വെർബുകളും എല്ലാ വെർബും പഠിച്ചേക്കാം. ഒരുപാട് വെർബ് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, നോട്ട് തന്നാണ്. സോ ആ എല്ലാ വെർബും എന്താണ്? പ്ലൂറൽ ആണ് കേട്ടോ. നോർമലി കാണുന്ന എല്ലാ വെർബും V1 വെർബ് എല്ലാരും പ്ലൂറൽ ആണ്. അപ്പൊ എങ്ങനെ ഒരു പ്ലൂറലിനെ നമ്മൾ സിംഗുലറൈസ് ചെയ്യാൻ പറ്റും? ഇപ്പോ ഏത് വെർബ് ആയിക്കോട്ടെ, പ്ലേ, പ്ലേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. സോ അത് സിംഗുലർ ആകാൻ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു എസ് ആഡ്. പ്ലേ പ്ലേസ് ആകും, റൈറ്റ്സ് ആകും, ഒരു എസ് ആഡ് ചെയ്യാം കേട്ടോ. ഏത് വെർബിന്റെ കൂടെയും അതിന്റെ സ്പെല്ലിംഗ് അനുസരിച്ചിട്ട് എസ്ഒ ഇഎസ്ഒ ഐഎസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. സോ അത് എസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതെന്തായി? സിംഗുലർ വെർബായി. ക്ലിയർ? ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി ഇപ്പൊ സിംഗുലർ സബ്ജക്ട് ഏതാണ്, സിംഗുലർ വെർബ് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വെർബ് എല്ലാം മനസ്സിലായി. ഇനി നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്താലോ? വേറെ ഒന്നും വേണ്ട കേട്ടോ, സബ്ജക്റ്റും വെർബ് മാത്രം മതി. ഓക്കെ, ഞാൻ മലയാളം പറയാം, ഇംഗ്ലീഷിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വേറെ ഒന്നും ചിന്തിക്കാൻ വേണ്ട. ഇവിടെ നമുക്കൊന്നും ആവശ്യമില്ല. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, സബ്ജക്റ്റും വെർബ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എക്സ്ട്രാ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സിംഗിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ മലയാളം കാണാം. ഞാൻ ലെറ്റർ എഴുതുന്നു. ഞാൻ ലെറ്റർ എഴുതുന്നു. തെറ്റിക്കോട്ടെ കേട്ടോ, അതൊന്ന് സെൻഡ് ചെയ്തിരിക്കുക. ട്രാൻസ്ലേഷൻ ടെക്സ്റ്റ് ചെയ്യുന്നത്. ഞാൻ ലെറ്റർ എഴുതുന്നു. ഇവിടെ സബ്ജക്ട് ഏതാണ്? ഞാൻ ലെറ്റർ എഴുതുന്നു എന്ന് പറയുന്ന സെന്റൻസിൽ സബ്ജക്ട് ഏതാണ്? ഐ ആണ്. ഓക്കെ, ഇനി ഏതാണ് വെർബ് ഏതാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ, ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് സബ്ജക്ട് വെർബ് മാത്രമേ മതി കേട്ടോ. അപ്പൊ സബ്ജക്ട് കിട്ടി, ഐ ആണ്. വെർബ് ഏതാണ്? റൈറ്റ് ആണ്. ഒബ്ജക്ട് ഏതാണ്? ഞാൻ ലെറ്റർ എഴുതുന്നു, ഞാൻ കത്തെഴുതുന്നു, ഞാൻ ഒരു കത്തെഴുതുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട്, ഇത് മൂന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് സെന്റൻസ് ആക്കണം. അപ്പൊ ഐ ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ ഓർ പ്ലൂരൽ? പ്ലൂറൽ ആണ്. പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഏത് വെർബ് ആയിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം അല്ലെ? അപ്പൊ ഫസ്റ്റ് സബ്ജക്ട് എഴുതാ, അതിനുശേഷം വെർബ് എഴുതാ, ലാസ്റ്റിൽ ഒബ്ജക്ട് വരാം അല്ലെ? സ്ട്രക്ചർ അങ്ങനെയല്ലേ എടുക്കുന്നേ? സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. V1 ശേഷം എന്തെല്ലാം ഒബ്ജക്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും പറയുന്നത് എന്താണ്? വെർബ് ആയിരിക്കണം. ഇനി ഇന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തേ. എല്ലാവരും ചെയ്യും കേട്ടോ. Subject, then verb, and then object. Yeah, I write a letter. That's all. അത്രേ ഉള്ളൂ. ഇനി മീനിങ് എന്താ? I write a letter. ഒരു A ഇറക്കട്ടെ കേട്ടോ. I write a letter. ആർട്ടിക്കിൾ ആണ്. ഒരു ലെറ്റർ എഴുതുന്നു അല്ലെ? ഒരു ലെറ്റർ എഴുതുന്നു. ഞാൻ ഒരു ലെറ്റർ എഴുതുന്നു. ഇതാണ് മലയാളം. ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ചെയ്തേ. ഐ റൈറ്റ് എ ലെറ്റർ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല കേട്ടോ. റൂളിനെ ബേസ് ചെയ്ത് പോവാ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബും. അത് മസ്റ്റ് ആണ്. നോക്കി പറ്റും. അതുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വരും കേട്ടോ. കറക്റ്റ് ആണ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ദാറ്റ്സ് ഓൾ. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, ദെൻ അവൾ പാട്ട് പാടുന്നു. അവൾ പാട്ട് പാടുന്നു. അവൾ ഒരു പാട്ട് പാടുന്നു. അവൾ ഒരു പാട്ട് പാടുന്നു. അവളാണ് ട്ടോ. She sings a song. അവൾ ഒരു പാട്ട് പാടുന്നു. She sings a song. Sings ആണ് ട്ടോ. തെറ്റിക്കരുതേ. Not sing, it's sings because she is a singular subject. Okay, she sings a song. Here. Okay, ഇനി സൂര്യൻ കിഴക്കുദിക്കുന്നു. ഞാൻ ഒരുപാട് വെർബ് തന്നിട്ടുണ്ട് കേട്ടോ അല്ലെ? അതിലൊക്കെ ഉണ്ട് ഞാൻ ഈ പറയുന്നത്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു.
നെക്സ്റ്റ് ചെയ്യൂ, ഉദിക്കുക, റൈസ് അല്ലെ. The sun rises in the east. Yeah, the sun rises in the east, correct. Sun rises in the east. Rises ആണ് ട്ടോ, rises in the east. Okay, correct. ഇനി മീനുകൾ വെള്ളത്തിൽ ജീവിക്കുന്നു. മീനുകൾ, മത്സ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു. Fishes live in the water. അല്ലെ, fishes live in the water. Live ആണ്, fishes ആയതുകൊണ്ട്. fishes എന്ന് പറയുമ്പോൾ fish എന്ന് പറയുന്നത് ഓൾറെഡി plural ആണ്. പിന്നെ fishes വരാൻ കാരണം എന്താ? പറയുന്നു. ഫിഷ് ഇസ് ഓൾറെഡി plural noun അല്ലെ. ഫിഷ് എന്ന് പറഞ്ഞ ഒരു plural noun ആണ്. സോ ഫിഷസ് എന്ന് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ അല്ലെ, പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സില് എന്തുകൊണ്ട് ഫിഷസ് ആയി അല്ലെ. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ അതിന്റെ ഫിഷസ് എന്ന് പറയും. ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ് എത്രന്നുണ്ടെങ്കിൽ പോലും ഫിഷ് എന്ന് പറയും. സോ ഇവിടെ ഫിഷസ് ആണ്. കാരണം പുഴയിൽ എന്താണ്, പുഴയിലോ പറയിലോ ഒരുപാട് മത്സ്യങ്ങളുണ്ട്, വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്. സോ we can use the noun fishes or subject fishes. ഫിഷസ് എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലീവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ലിവ്, നോട്ട് ലിവ്സ്, ലിവ്സ് അല്ല കേട്ടോ, ലീവ് ആണ്. അപ്പൊ ഫിഷസ് ലിവ് ഇൻ ദ വാട്ടർ എന്ന് പറയും. ഫിഷസ് ലിവ് ഇൻ ദ വാട്ടർ. ആൻഡ് ഇനി നിങ്ങൾ ഒരു മലയാളം പറഞ്ഞേ. മലയാളം പറയാ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരാൾ പറയൂ. ഷംസീന, ഇന്നൊരു മലയാളം സെന്റൻസ് പറഞ്ഞേ. എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഏതെങ്കിലും ഒരു മലയാളം സെന്റൻസ് ഓർത്ത് വെക്കുക. അതായത് രാവിലെ അല്ല, നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആകും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂറൽ വെർബ് ആണ് കേട്ടോ. ഓക്കെ, പറയൂ ഷംസീന. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു. ഓ, ഇത്രയും വേണോ? ഓക്കെ, ആരോടാ ചോദിക്കുന്നേ? ഒരാളോട് ചോദിക്കൂ. എങ്ങനെ മിസ്സേ? ആരോടെങ്കിലും ചോദിക്കേണ്ടേ നമുക്കിത്? ക്ലാസ്സിൽ ഒരാളോട് ചോദിക്കൂ കേട്ടോ. ചുമ്മാ ഒരു ഗെയിം പോലെ കളിക്കാം. ഓക്കെ, ആയിഷ. ഐഷ. ഓക്കെ, ഐഷ പറയൂ. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു. റെസ്പോൺസ് ഒന്നും ഇല്ല. ഇല്ല. ഓക്കെ, ആരെങ്കിലും പറയൂ. ഇതിലെ റെസ്പോൺസ് ഒക്കെ കുറവായിരുന്നു. പറയൂ. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു. ആർക്കും പറയാട്ടോ. ഷംസീന തന്നെ പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും പറയാം. ടെക്സ്റ്റ് ചെയ്താലും മതി ആൻസർ. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു. ഇതില് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ എന്തൊക്കെയാ അറിഞ്ഞിരിക്കേണ്ടതെന്ന്? അല്ല, ടെൻസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടാവും അല്ലെ. ഓരോ വേർബ് അറിയണം, നൗൺ അറിയണം, അത് മാത്രം നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അവൾ വെള്ളത്തിൽ മുങ്ങുന്നു എന്ന് പറയുമ്പോൾ മുങ്ങുക എന്താണ്?
പറയൂ. എന്താ മിസ് ഡമ്മാണോ? ഇതോ കേട്ടില്ല. മൂക എന്താണ് എന്താണ് നമുക്ക് എന്താ വരാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിംഗ് അല്ലേ? സിംഗ് അല്ലേ? അപ്പൊ എന്താ സെന്റൻസ് എന്താ വരാ? ഷി സിംഗ്സ് ഇൻ ദ വാട്ടർ. ഷി സിംഗ്സ് ഇൻ ദ വാട്ടർ. കാരണം ഷി ആയതുകൊണ്ട് സിംഗ് എന്താകും? സിംഗ്സ് ആകും. സോ ഷി സിംഗ്സ് ഇൻ ദ വാട്ടർ. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇനി ആരാ ചോദിക്കാം? ആരെങ്കിലും പറയൂ കേട്ടോ, മലയാളം സെന്റൻസ് പറഞ്ഞേ. എന്റെ അമ്മ എല്ലാ ദിവസവും പാചകം ചെയ്യാറുണ്ട്. എന്റെ അമ്മ എല്ലാ ദിവസവും പാചകം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പാചകം ചെയ്യാറുണ്ട്, ഇനി പാചകം ചെയ്യുന്നു എന്നും പറയാം. എന്താ പറയാ? അതിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ട്? എന്റെ അമ്മ എല്ലാ ദിവസവും പാചകം ചെയ്യുന്നു. പറയൂ. നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത്? ഞാനാണോ ശരിയുടെ ടെക്സ്റ്റ് പഠിക്കുന്ന ആൾ? ആണോ? നിങ്ങൾ പറയൂ. എന്റെ അമ്മ എല്ലാ ദിവസവും പാചകം ചെയ്യുന്നു. പാചകം ചെയ്യുക എന്താണ്? മൈ മദർ കുക്കിംഗ് എവറി ഡേ. ഞാൻ ING പോകുമെന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുക്സ്. My mother cooks every day. എന്താണ് എന്താ പറഞ്ഞേ? അമ്മ എല്ലാ ദിവസവും എന്നാണോ എപ്പോഴും എന്നാണോ പറഞ്ഞേ? മിസ് എല്ലാ ദിവസം എന്നല്ലേ പറഞ്ഞേ? അതെ, എല്ലാ ദിവസവും. എല്ലാ ദിവസം. ഓക്കെ. ഓ മൈ മദർ cooks every day. അല്ലേ? My mother cooks every day. Okay. അങ്ങനെ പറയാം. My mom cooks every day. My mother cooks every day. Okay. My mother is cooking every day. Now, നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓ സ്ട്രക്ചർ ബേസിൽ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഓക്സിലറീസ് ഒന്നും വേണ്ട, ING ഫോം ഒന്നും വേണ്ട. ജസ്റ്റ് സബ്ജക്ട് ആൻഡ് വെർബ് മാത്രം മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് പറയൂ. പശു പുല്ല് തിന്നുന്നു. പശു പുല്ല് തിന്നുന്നു. പറയൂ. സിമ്പിൾ ആണ്. നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കണ്ട. എളുപ്പമല്ലേ? പശു പുല്ല്. Cow grass eating. Cow eats grass. Cow eats grass. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് പഠിക്കൂ കേട്ടോ. സബ്ജക്ട് ഏതാ? കൗ ആണ്. വെർബ് ഏതാ? തിന്നുക എന്നാണ്. ഈറ്റ് ആണ്. അപ്പൊ കൗ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈറ്റ്സ് യൂസ് ചെയ്തു. കൗ ഈറ്റ്സ് എന്ത് തിന്നുന്നു? ഗ്രാസ്. കൗ ഈറ്റ്സ് ഗ്രാസ്. ഇനി അടുത്തത് നെക്സ്റ്റ് മലയാളം. അവൾ വെള്ളം കുടിക്കുന്നു. അവൾ വെള്ളം കുടിക്കുന്നു. പെട്ടെന്ന് പറയൂ. He drinks water. He drinks water. She drinks water. Correct. Next മലയാളം. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എന്തോ കേട്ടില്ല മഞ്ജുഷ. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്.
പഠിക്കുകയാണ് എന്ന് വേണ്ട, പഠിക്കുന്നു. ഞാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കുന്നു. പറയൂ. I study in English. I'm studying English. Now I am learns English. Now, that's a mistake. നിങ്ങൾ പഠിച്ചു പഠിച്ച് എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? സബ്ജക്റ്റും വെറും മാത്രം മതിയിലേക്ക് ഞാൻ പറഞ്ഞു. സബ്ജക്ട് ചെയ്താ അറിയൂ. അയ്യാണ്. പിന്നെ എന്തിനാണ് ആം എന്തിനാണ് അവിടെ? ആമിന്റെ ആവശ്യമുണ്ടോ? അല്ലെ, ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. I study now English. I study now English. കറക്റ്റ് ആണ്. ഈ നൗമൊക്കെ അങ്ങോട്ടും മാറ്റാം, പക്ഷെ ഒരിക്കലും നടുക്കിടാൻ പാടില്ല കേട്ടോ. ഫസ്റ്റോ എന്തെങ്കിലോ ഈ നൗ ചേർക്കാം, പക്ഷെ സെന്ററിൽ ഒന്നും ആഡ് ചെയ്യണ്ട. അത് ശരിയായില്ല. പറഞ്ഞു നോക്കി. Now I study English. Like I study English now. Like right now. I study English right now എന്ന് പറയാം. Now I study English എന്ന് പറയാം. ക്ലിയർ ആയോ? സബ്ജക്ട് ഐ ആണ്, പഠിക്കുക എന്നത് സ്റ്റഡി ആണ്. അപ്പൊ ഐ സ്റ്റഡി, ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ സ്റ്റഡി തന്നെയാണ് യൂസ് ചെയ്തത്. എന്താണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് ആണ്. എപ്പോഴാണ്? ഇപ്പൊ പഠിക്കുന്നത് അല്ലെ? ഐ സ്റ്റഡി ഇംഗ്ലീഷ് റൈറ്റ് നൗ എന്ന് പറയാം. അതാണ് കുറച്ച് ബെറ്റർ. നെക്സ്റ്റ് വൺ. ഇത് കേട്ടില്ല? ഞങ്ങൾ ടി വി കാണുന്നു എന്ന് പറഞ്ഞേ. ഞങ്ങൾ ടി വി കാണുന്നു. ഞങ്ങൾ ടി വി കാണുന്നു. പറയൂ. ഞങ്ങൾ ടി വി കാണുന്നു. ഞങ്ങളാണ് സബ്ജക്ട്, We watch. കാണുകയാണ് വെർബ്. We watch TV. That's all. We watch TV. Okay. ഇനി ഞങ്ങൾ ടിവിയിൽ സിനിമ കാണുന്നു എന്നാണെങ്കിലോ? ഞങ്ങൾ ടിവിയിൽ സിനിമ കാണുന്നു. We watch the movie. We watch a movie in TV. We watch a movie On TV. Yeah, that's. We watch a movie on TV. അല്ലെങ്കിൽ on TV എന്ന് പറയാം. We watch a movie. അല്ലേ? We watch a movie on TV. Okay, correct. And then ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. We eat. പറയൂ. ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. എപ്പോഴും നിങ്ങൾ മാക്സിമം സബ്ജക്ട് ഫസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കൂട്ടോ. അതാണ് നമുക്ക് ഇംഗ്ലീഷ് പല രീതിയിലും എഴുതാൻ പറ്റും അല്ലെ? ടുഗദർ വി ഈറ്റ് ബിരിയാണി എന്ന് പറയാം, അല്ലെങ്കിൽ ഈറ്റ് ബിരിയാണി ടുഗദർ എന്ന് പറയാം. ഏതായിരിക്കും ബെറ്റർ?
നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും ഏതാണ് ചപ്പച്ചപ്പോൺ ഏതാണ്. we eat biryani together. അതാണ് കുറച്ചൊരു നല്ലത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കും കേട്ടോ. we are എന്തിനാണ് നിങ്ങൾ വേണ്ടാത്തൊക്കെ പഠിക്കില്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മള് സബ്ജക്ട് പ്ലസ് verb ആണ്, അതാണ് സ്ട്രക്ചർ. നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രം മതി. ഓക്കെ, അതാണ് റൂള്, അതിനനുസരിച്ച് ഫോളോ ചെയ്യൂ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് സബ്ജക്റ്റ് ആണ്, വി ആണ് സബ്ജക്ട്, കഴിക്കുകയാണ് വെർബ്, അപ്പൊ വി ഈറ്റ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി ബാക്കി എന്താണ്? ഒബ്ജക്റ്റ് ആണ് കേട്ടോ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഫോളോ ചെയ്ത് എഴുതുക. അപ്പൊ വി ഈറ്റ് ബിരിയാണി ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. ഓക്കെ, എവിടെ വെച്ച്? എസ് ചേർക്കണ്ട, കാരണം എന്താ? വി പ്ലൂറൽ അല്ലേ, അപ്പൊ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. We eat biryani together. Yeah. Okay, ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. ഇനി എന്താ പറയാ? ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. I wake up at 6 a.m. I wake up at 6 a.m. അപ്പൊ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നായുള്ളൂ. ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണ്. ഞാൻ എന്നും രാവിലെ I wake up every morning at 6 a.m. Better word. I wake up every morning at 6 a.m. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലായോ? പറയൂ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ നിങ്ങള്, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലാവാത്തവരെന്തെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറഞ്ഞോളൂ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സെന്റൻസിൽ ചെയ്യാൻ പറ്റുന്നില്ല? സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? മലയാളം പറയുമ്പോ എന്താണ് ഇഷ്യൂസ്? എന്താണ് കറക്റ്റ് ആയിട്ട് പറയൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും കേട്ടോ. പ്രാക്ടീസ് ചെയ്യും കൂടെ. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. തെറ്റാനും കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. അപ്പൊ ഐ വേക്ക് അപ്പ് മോർണിംഗ് അറ്റ് 6 a.m. എവറി ഡേ. അതില് ഇപ്പൊ ഹന്ന അത് എഴുതിയപ്പോ തന്നെ ഹന്നക്ക് അറിയാം എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിലുണ്ടല്ലോ അല്ലെ? ഹന്നക്ക് തോന്നിയിട്ടുണ്ടാകുമല്ലോ. കാരണം തോന്നും, നമുക്ക് എല്ലാവർക്കും തോന്നും അങ്ങനെ വായിക്കുമ്പോ എന്തോ ഒരു അപാകത ഉണ്ടല്ലോ എന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ. എന്നും രാവിലെ എന്ന് പറയാം. എങ്ങനെയാ പറയുന്നത്? എന്നും രാവിലെ, എവറി ഡേ. നമ്മുടെ ഉള്ളിൽ വരുന്ന എവറി ഡേ എന്താ? എല്ലാ ദിവസവും എന്നാണ്. എന്നും രാവിലെ എന്ന് പറയുമ്പോ എല്ലാ രാവിലെയും, എന്നും രാവിലെ, എല്ലാ ദിവസവും രാവിലെ. അപ്പൊ എല്ലാ ദിവസവും എന്നോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എവറി മോർണിംഗ്. എവറി മോർണിംഗ് ആണ് കറക്റ്റ് അല്ല? എന്നും രാവിലെ, എവറി മോർണിംഗ്. നമ്മള് ചിന്തിക്കുമ്പോ എവറി ഡേ ചിന്തിച്ചു, അതാണ് പറ്റിയത്. എവറി മോർണിംഗ് ആണ്. അപ്പൊ ഐ വേക്ക് അപ്പ്, ഞാൻ എഴുന്നേൽക്കുന്നു. എപ്പോ? എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, എന്നും രാവിലെ. എത്ര മണിക്കാണ്? 6 മണിക്കാണ്. അപ്പൊ ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 a.m. സിമ്പിൾ. നമ്മൾ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമാണ് കേട്ടോ. അതായത് നമ്മുടെ വൊക്കാബുലറി നമുക്ക് കുറച്ച് ഇംപ്രൂവ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ഇവിടൊക്കെ അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി അവിടെ ആണെങ്കിലോ
എന്തോ മിസ്സേ ഇപ്പൊ ഇവിടെ എഴുതിയില്ലേ? ഉം. അപ്പൊ അതിന്റെ V2 V3 ഏതാ വരിക? നമുക്ക് പിന്നെ പാസ്റ്റും ഫ്യൂച്ചർ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് V1 പറയാം. കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ. ഇനിയിപ്പോ ഞാൻ എഴുന്നേൽക്കുന്നു എന്നാണ്. ഇനി അവളാണെങ്കിലോ, അവൾ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണെങ്കിലോ, She wakes up. She wakes ഒരിക്കലും തെറ്റിപ്പോരുത് കേട്ടോ. എല്ലാവർക്കും കിട്ടുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എസ് ആഡ് ചെയ്യാം. കാരണം സിംഗുലർ സബ്ജക്ട് വേർബിനെ സിംഗുലറൈസ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാറില്ല അപ്പത്തിന്. അതാണ് ശരിക്കും സിംഗിൾ പ്രസന്റേഷന്റെ മെയിൻ റൂൾ എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഷി വേക്സ് അപ്പ് early morning, അല്ലെങ്കിൽ she wakes up every morning at 6 AM. Okay, that's. ഇനി നെക്സ്റ്റ്, അവൾ എല്ലാ ദിവസവും രാവിലെ ഇമെയിൽ എഴുതുന്നു. അവൾ എല്ലാ ദിവസവും രാവിലെ ഇമെയിൽ എഴുതുന്നു. ചിന്തിക്കും, ഞാൻ സമയം തരാം, നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയൂ. ആ എല്ലാ ദിവസവും രാവിലെ ഇമെയിൽ എഴുതുന്നു. ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാട്ടോ. അവൾ എല്ലാ ദിവസവും രാവിലെ ഇമെയിൽ എഴുതുന്നു. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ വായിച്ചു നോക്കാം. നിങ്ങൾക്ക് തന്നെ തോന്നും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മോർണിംഗ് മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പ്രപ്പോസിഷന്റെ ആവശ്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ വേണ്ട. ഓക്കെ, എവറി മോർണിംഗ്, ഇൻ എവറി മോർണിംഗ് എന്ന് പറയണ്ട, ജസ്റ്റ് എവറി മോർണിംഗ് മാത്രം മതി. ഓക്കെ, അപ്പൊ she writes email every morning. Correct. She writes email every morning. That's all simple. Like, any next one. Our ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നു. അവർ ആണ് കേട്ടോ, അവർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നു. മിസ് അവളെന്നും രാവിലെ ഇമെയിൽ എഴുതുന്നു എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയാൻ റേഞ്ച് കട്ടായിപ്പോയി. She writes email every morning. She writes email every morning. Okay, ഇനി നെക്സ്റ്റ്, അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവരാണ് അവർ. They play football in the ground or on the ground. ആണോ എന്നോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, അതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. They played എന്താണ് played? No, it's only play. Played ഒന്നും വേണ്ട, മീനിങ് തന്നെ മാറിപ്പോകും കേട്ടോ. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു എന്നാകും, ഞാൻ പറഞ്ഞത് കളിക്കുന്നു എന്നാണ്. ഓക്കെ, okay, clear? They play football in the ground or on the ground. You can use in or
Watch or anything. Okay. And next one. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്നു. ഞാൻ രാവിലെ, അതായത് വെളുപ്പിന് അല്ലെ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു എന്നെങ്ങനെയാ പറയാ? ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു. ആവശ്യമുള്ളത് പ്രപ്പോസിഷൻ വെക്കില്ല, ആവശ്യമില്ലാതെ എല്ലായിടത്തേക്കും പ്രപ്പോസിഷൻ വെക്കും അല്ലെ? ഇതാണ് നിങ്ങള് ആവശ്യമുള്ള സ്ഥലത്ത് പ്രപ്പോസിഷൻ വെക്കുന്നിട്ടാ. സന്തോഷം. കൊള്ളാം. ഇതിന്റെ കറക്റ്റ് എനിക്ക് ആൻസർ കിട്ടിയിട്ട് ഞാൻ പറയും. വെരി ഗുഡ്. പ്രപ്പോസിഷൻ വെക്കാൻ പാടില്ല, എവിടെയെങ്കിലും കൂടെ പ്രപ്പോസിഷൻ വെക്കും അല്ലെ? എവിടെയാ ശരിക്കും പ്രപ്പോസിഷൻ വെക്കണ്ടേ? നിങ്ങളൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾ ഇത് കറക്റ്റ് ആണ്. അതെ, നിങ്ങൾ ടെസ്റ്റ് എല്ലാം കറക്റ്റ് ആണ്. I woke up early morning. I woke up early morning. I woke up in early morning. കറക്റ്റ് ആൻസർ പറയും. കറക്റ്റ് ആൻസർ കിട്ടിയ ഞാൻ ആൻസർ പറയും. ആലോചിക്കൂ എന്താ പറയാ? ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആണ്, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, കറക്റ്റ് ആണ്. വെരി സന്തോഷായി. എല്ലാ പ്രപ്പോസിഷൻ ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, പഠിപ്പിച്ച എല്ലാ പ്രപ്പോസിഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു പ്രപ്പോസിഷന് കുറവുണ്ട്, അത് എവിടെയാണ് ആഡ് ചെയ്യണ്ടേ? ബാക്കി കറക്റ്റ് ആണ്. പ്രപ്പോസിഷൻ പഠിപ്പിക്കുമ്പോ ഓക്കെ, പ്രപ്പോസിഷൻ അറിയാൻ യൂസ് ചെയ്യുന്നത് പറയാം. പോരട്ടെ പോരട്ടെ, എല്ലാവരും ചെയ്യട്ടെ, എല്ലാവർക്കും അറിയണം എന്താണ് ആൻസർ എന്ന്. എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂട്ടോ. ആൻസർ എനിക്ക് അറിയണം, നിങ്ങൾ ശരിയാണോ തെറ്റാണോ ഒക്കെ അറിയണം. ആരൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചീത്ത പറയാനൊന്നും അല്ല കേട്ടോ, പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അങ്ങനല്ലേ? എല്ലാവരും ചെയ്യൂ. പ്ലസ് I wake up in early morning. Very good. I woke up early in the morning. അല്ലെ, മോർണിംഗിന് മുന്നല്ലേ ഇന്ന് വേണ്ടത്. സീന, I wake up in the morning early. എന്താണ് നിങ്ങൾ ഇങ്ങനെ? I wake up early in the morning. കറക്റ്റ് അല്ലേ? ഇങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? തിരിച്ചു മുറിച്ചിട്ട് പോയി വെച്ചു. I wake up early in the morning. മോർണിംഗിന് മുൻപായിട്ടാ വരണ്ടേ? In the morning, in the afternoon അല്ലേ? So I woke up early in the morning. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. I wake up early in the morning. Okay? Woke up. No. അമൽജീത്, woke up അല്ലാട്ടോ, wake up. Woke up എന്ന് പറയുമ്പോ മീനിങ് മാറിപ്പോട്ടോ. So wake up, not woke up. ഇനി അവൾ എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യുന്നു. എല്ലാ ദിവസവും എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ആലോചിച്ച് വെക്കുക, പല രീതിയിൽ യൂസ് ചെയ്യാം. റെഗുലർലി യൂസ് ചെയ്യാം. പിന്നെന്താ? റെഗുലർലി is one word and another word. ആ രീതിയിൽ നമുക്ക് പറയുന്നത് ഡെയിലി പറയുന്നു. ഡെയിലി, എവറിഡേ, റെഗുലർലി, പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. She cleans the room every day and she cleans the room daily. Then she cleans the room regularly. You can use any word.
എല്ലാം സെയിം മീനിങ് തന്നെയാണ്. കറക്റ്റ് ആണ്. ഷീ പ്ലേസ് ദ ഡു ഡെയിലി. അപ്പൊ ഇംഗ്ലീഷിൽ മനസ്സിലായോ? പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. That's all. Then ആ സ്ത്രീ ഒരുപാട് സംസാരിക്കുന്നു. ആ സ്ത്രീ ഒരുപാട് സംസാരിക്കുന്നു. ഇതിനുള്ള പോയിന്റ് നമുക്ക് പറയുകയാണ്. ആ സ്ത്രീ ഒരുപാട് സംസാരിക്കുന്നു. ആ സ്ത്രീ ഒരുപാട് സംസാരിക്കുന്നു. സ്ത്രീ എന്താ പറയാ? സംസാരിക്കുക. അവളാണ് കേട്ടോ അത് സ്ത്രീയല്ല, അവളാണ്. അവൾ ഒരുപാട് സംസാരിക്കുന്നു. വിമൻ ആണോ? സ്ത്രീകളല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീയാണ്. ലേഡി പറയാം. വിമൻ അല്ല കേട്ടോ. ഷംസീന വുമൺ. WOMAN വുമൺ. വുമൺ ആണ് സിംഗുലർ നൗൺ. Women is a plural noun. That woman talks a lot. Lady speaks a lot. That വേണമെന്നില്ല കേട്ടോ. ആ വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് the woman എന്ന് പറയും. The woman talks a lot. Correct. Okay. That lady speaks a lot. The lady speaks a lot. Sorry. The woman speaks a lot. The woman talks a lot. Yeah, correct. The woman talks or speaks a lot. Correct ആണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മുൻപ് ഞാൻ ബ്രഷ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ ഞാൻ എന്റെ പല്ലുകൾ ബ്രഷ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഞാൻ എന്റെ പല്ലുകൾ ബ്രഷ് ചെയ്യുന്നു. സബ്ജക്ട് നോക്കാം. ഏതാണ് വേർബ് നോക്കാം. ശേഷമാണ് ഒബ്ജക്റ്റിലേക്ക് പോവാം. ഒബ്ജക്റ്റ് വരുന്നു, പിന്നെ എന്താണ് പൊസിഷൻസ് വരും. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഞാൻ എന്റെ പല്ലുകൾ ബ്രഷ് ചെയ്യുന്നു. ഇനി അവളാണെങ്കിലോ, അവൾ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് അവളുടെ പല്ലുകൾ ബ്രഷ് ചെയ്യുന്നു എന്നാണെങ്കിൽ അവൾ ഐറ്റ് പകരം അവൾ യൂസ് ചെയ്യും. അവൾ അവളുടെ പല്ലുകൾ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ബ്രഷ് ചെയ്യുന്നു. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യൂ. അവൾ വെച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യൂ. She brushes my teeth. അതെങ്ങനെ വരും? She brushes ആരുടെ പല്ലാണ്? എന്റെ പല്ല്. എന്റെ പല്ലാണോ? അവളുടെ പല്ലാണ്. അവളുടെ. She brushes her teeth before breakfast. I brush my teeth before breakfast. Correct. Okay. അപ്പൊ എങ്ങനെയുണ്ട്? ടെൻസ് എങ്ങനെയുണ്ട്? പഠിക്കാൻ രസമാണോ? സിമ്പിൾ ആണോ? പഠിച്ചോ നിങ്ങള്? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ടെക്സ്റ്റ് വേണ്ട, എനിക്ക് കേൾക്കണം. നിങ്ങൾ പറയുന്നത് കേൾക്കും. എങ്ങനെയുണ്ടായിരുന്നു? തോന്നി? ഇത് രസമുണ്ട് പഠിക്കും. ഇങ്ങോട്ടേക്കോ രസമുണ്ട് അല്ലെ? രസമായിട്ട് തോന്നി. നോട്ട് ബാഡ്. എന്താ നോട്ട് ബാഡ് എന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ഒപ്പീനിയൻ പറയൂ. കുഴപ്പമൊന്നുമില്ല അല്ലെ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യണോ നെക്സ്റ്റ് ക്ലാസ്സിലോ, അല്ലെങ്കിൽ ടെൻസിലേക്ക് പോണോ? ടെൻസ് വേണം എനിക്ക്. വേണ്ട, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആരും പഠിക്കും. എന്നിട്ട് വേറെ ടെൻസിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് തിരക്കൊന്നുമില്ല, അതൊക്കെ പഠിച്ചിട്ടു. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. Time to wind up today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.